ആറാം നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. കറി ഉണ്ടാക്കലിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അങ്ങനെ അതാ കറിക്കുള്ള, അതായത് നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഉള്ളി തക്കാളി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വയറ്റി കുക്കറിൽ സെറ്റാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനും പൊട്ടാറ്റോയും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ്. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം തന്നെ അതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറി ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഓരോന്നായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ദെൻ നമ്മളിതാ കുറച്ച് നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കുകയാണേ. നെയ്ച്ചോറ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുമല്ലോ, ആ ലെവലിലേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് ഒരൊറ്റ വിസിൽ അങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മൂടേക്കാരം, അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കും ചെയ്യേ. ഇന്നിപ്പോൾ ഫുൾ ഉടായിപ്പാണ്, അതുകൊണ്ട് തന്നെ ഈ തട്ടിക്കൂട്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. വേറെ നട്ട്സും കാര്യങ്ങളൊന്നും വറക്കാനും പിടിക്കാനും ഒന്നിനും പോണില്ല കേട്ടോ. ആപ്പിൾ കയ്യോളത്തിന് ആപ്പിൾ ജ്യൂസ് തന്നെ ഇക്കാരെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സോ ഇന്നും നമുക്ക് ആപ്പിൾ ജ്യൂസ് തന്നെയാണ്. ഇത് ആക്ച്വലി ഫ്രീസറിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്ക് തന്നെ പോരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തൊലി കളഞ്ഞത്, അല്ലെങ്കിൽ അതിനൊന്നും മെനക്കെടില്ല, നമ്മൾ തന്നെയല്ലേ ഉള്ളൂ, പുറത്തുനിന്ന് ആരും വരുന്നില്ലല്ലോ കരുതിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ആപ്പിൾ ഫ്രീസറിലേനു എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് കണ്ടപ്പോൾ നിഷുവിന് ഭയങ്കര വണ്ടറടിച്ച്. അതാണ് ഓരോ കോപ്രായം കാണിക്കണത്. പിന്നെ അതാ നമ്മളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് ജ്യൂസ് അടിച്ചെടുക്കുവാണ്. ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസ് ക്യൂബ് കാര്യങ്ങളൊക്കെ ഇടാനുള്ളതാണ്. സാൻഡ്വിച്ച് ഉണ്ടാക്കണമെന്ന് കുറച്ച് ദിവസമായി കരുതൽ തുടങ്ങിയിട്ട്, കരുതുന്നല്ലാണ്ട് ഉണ്ടാക്കലില്ല കേട്ടോ. ഒരു ടൈം ആകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമയക്കുറവ് മൂലം അതങ്ങോട്ട് വേണ്ടാന്ന് വെക്കും. ഇന്നിപ്പോൾ എന്തായാലും സാൻഡ്വിച്ച് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ അതേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാനൊക്കെ നമ്മൾ ഓൾറെഡി ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് സെറ്റാക്കി വെച്ചേനു കേട്ടോ. ഉള്ളിയും കൂടെ അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വോയിസ് കൊടുക്കുമ്പോൾ ഐബുക്കുട്ടൻ അവിടെ കിടന്നിട്ട് കൊട്ടും ബഹളമൊക്കെ ആയിട്ട് ഓരോരോ ഒച്ചയും വിളിയാണ് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് ക്ഷമിക്കണേ. അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇറങ്ങണം, അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇതൊക്കെ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിലോട്ട് വരാം അല്ലേ. ഇതും ഞാൻ പറഞ്ഞല്ലോ ഉഡായിപ്പ് സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ട് തന്നെ ഉള്ളിയൊക്കെ വഴറ്റി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ജീരകം, അതായത് നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ അതാണ് കേട്ടോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള മസാല പൗഡർ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല. ഉപ്പ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തതാണ്. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും ഞാൻ നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ കറക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായി. ഇതിലോട്ട് ഇതല്ലാണ്ട് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാണ്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണത് കൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മളിങ്ങനെ ത്രികോണ ഷേപ്പിലാക്കിയിട്ട് മുറിക്കണമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നോമ്പ് വന്നിട്ട് സ്നാക്സ് ആയിട്ട് അങ്ങോട്ട് വല്ലാണ്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പഴംപൊരി എങ്ങാണ്ട് ഉണ്ടാക്കി എന്നല്ലാണ്ട് ബാക്കിയൊക്കെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് കൊടുന്നൊക്കെയായിരുന്നു. ഇതൊക്കെ എണ്ണയിൽ വറുത്ത സംഭവമാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഇതിന് വല്ലാണ്ട് എണ്ണയൊന്നും വേണ്ട. ഇത് നമുക്ക് സാൻഡ്വിച്ച് മേക്കറും കൂടെ ഉണ്ടായതുകൊണ്ട് ഒട്ടും വേണ്ടെന്ന് തന്നെ പറയാം. എന്നാലും ജസ്റ്റ് നമ്മുടെ സമാധാനത്തിനൊന്നും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കലുണ്ട്. നമ്മുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ലൈക്ക് വളരെ വളരെ കുറവാണ്. നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യട്ടോ. ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. ലൈക്കും സബും ഒക്കെ പിടിച്ചു വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. സാൻഡ്വിച്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഓയിൽ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ
സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്ര മാത്രമേ ചെയ്യണുള്ളൂ. അതിനെ അതിൻ്റെ മേൾഭാഗത്ത് മാത്രം ആക്കി കൊടുക്കണുള്ളൂ. ആകെ 5 എണ്ണം കണക്കാക്കിയിട്ട് ഉണ്ടാക്കണുള്ളൂ. നോമ്പ് തുറക്കുമ്പോൾ അതൊക്കെ കഴിക്കുന്നല്ലാണ്ട് പിന്നീട് അങ്ങോട്ട് ആർക്കും ഒന്നിനും ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് എണ്ണം ഉണ്ടാക്കി കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് പൊറാട്ട ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലത്തെ ബാലൻസ് ആണ്. ഇത് മാത്രം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കിയത്. അതും ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് അളന്ന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, റമദാൻ മാസമായിട്ട് നമ്മൾ വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ടാണ് ഇത്ര കണക്കാക്കിയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇട്ട് അതും അങ്ങോട്ട് സെറ്റാക്കി. കുറച്ച്, അതായത് നമ്മൾ ഓൾറെഡി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പം അതിനെ കൂടാണ്ട് കുറച്ച് നാരങ്ങ വെള്ളം കൂടെ ഉണ്ടാക്കണുണ്ട്. ജ്യൂസിലാണെങ്കിലും നാരങ്ങ വെള്ളത്തിലാണെങ്കിലും ഇങ്ങനെ നിറയെ കസ്കസ് കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാണാനായാലും കുടിക്കാനായാലും എന്തോ ഒരു പ്രത്യേക ഫീലാണ്. എൻ്റെ 2 കൊതിയന്മാരും വായയും പൊളിച്ചിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കും അങ്ങോട്ട് കൊടുക്കുകയാണ്. നിഷുവിന് നോമ്പില്ലേനു കേട്ടോ. അവൾ മൊത്തം, അതായത് റമദാൻ വന്നിട്ട് മൊത്തം ഒരു 5 നോമ്പ് എങ്ങാണ്ട് എടുത്തിട്ടുണ്ട്. ആകെ 2 എണ്ണേ ഒഴിവാക്കിയിട്ടുള്ളൂ. ഇതിപ്പോൾ 7ാം നോമ്പായല്ലോ, അങ്ങനെ 2 എണ്ണം മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. നോമ്പിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ നോറ്റോട്ടെ എന്നും വിചാരിക്കും. നോമ്പറക്കുമ്പോഴേക്കുള്ള ഫുഡൊക്കെ അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് ഉണ്ട്, വാട്ടർമെലൻ, ആപ്പിൾ, ഈനാമ്പഴം, ഇതൊക്കെയാണ് ഇന്നത്തെ ഫ്രൂട്ട്സ് കേട്ടോ. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ ഉണ്ട്. ജ്യൂസായിട്ട് ലെമൺ ജ്യൂസും, അതായത് നമ്മുടെ നാരങ്ങ വെള്ളമുണ്ട്, ആപ്പിൾ ജ്യൂസ് ഉണ്ട്, ചായ, അതൊക്കെയാണ്. ഇതൊക്കെ അങ്ങോട്ട് ടേബിളിൽ നിരത്തി വെച്ചാൽ ഐബുട്ടന് നിഷു ഇവിടെ ഹാജരായിട്ടുണ്ടാവും കേട്ടോ. നിഷുവിൻ്റെ വിചാരം ഇതോളം മാത്രം ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഹോളിലോട്ട് കൊണ്ടുപോയി വെക്കുക എന്നുള്ളത്. ഓളത് ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യണത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ 6ാമത്തെ നോമ്പും നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വ്ളോഗിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിന് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കാം കേട്ടോ. ഇതുപോലത്തെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചോളി. ഇൻഷാ അല്ലാഹ് നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.